നമസ്കാരം. ദേശീയപാതയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന മറ്റൊരു നേതാവാണ് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. സ്വാഗതം. ശ്രീ CK പത്മനാഭൻ, എങ്ങനെയുണ്ട് BJP തെരഞ്ഞെടുപ്പ് പ്രചരണം? പൊതുവെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചില പാർലമെന്റ് മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി നന്നായി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല. അതുകൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും നല്ല നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കും. ഈ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ എന്താ വൈകുന്നത്? അല്ല, അത് പലതരത്തിലുള്ള ഒരു പരിഗണനകൾ നോക്കേണ്ടി വരുമല്ലോ. വാസ്തവത്തിൽ പിന്നെ UDF ഒക്കെ വളരെ വൈകിയാണ് അവരുടെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പരിഗണനകൾ വേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് താമസം വരുന്നതെന്ന് മാത്രമേ. ബാക്കി ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തന സംവിധാനങ്ങളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഈ സാധാരണ നമ്മൾ പറയുമ്പോഴേ അങ്ങനെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ എന്ന് ഒരു പ്രത്യേകിച്ച് പറയാറില്ല. അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അങ്ങനെ പ്രത്യേക മണ്ഡലങ്ങൾ പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ആ ഒരു പഥ്യം അത് പാലിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ BJP ദേശീയ തലത്തിൽ തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന നിലയ്ക്ക് ചില മണ്ഡലങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അവയിൽ ആ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക എന്നൊരു തന്ത്രം കൂടി പ്രയോഗിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, പാലക്കാട് ഇങ്ങനെ തുടങ്ങിയ പല മണ്ഡലങ്ങളും പിന്നെ വളരെ ആഞ്ഞു പിടിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു വരാം എന്ന് കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിലും വളരെ നല്ല നിലയിൽ മുന്നേറാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ കണ്ണൂരിലെ സ്ഥിതി എന്താണ്? കണ്ണൂരിൽ MP ജയരാജൻ, K സുധാകരൻ, C രഘുനാഥ് അല്ലേ? C രഘുനാഥ് ആകട്ടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മത്സരിക്കുകയാണ്. അവിടെ താങ്കളാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 7% വോട്ട് കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ മത്സരം അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലാണ് എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ തന്നെ സംഘടനാ തലത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകൾ മറ്റെല്ലാ പ്രദേശത്തും നടത്തിയതുപോലെ കണ്ണൂർ ജില്ലയിലും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ചും ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു വലിയ പ്രത്യേകത, നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന തരത്തിലുള്ള വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതൊരു വലിയ അനുകൂല ഘടകമാണ്. എപ്പോഴും ഈ ഭരണത്തിൽ വരുമെന്ന് ഉറപ്പ് ഉള്ള ഒരു പോരാട്ടത്തിൽ അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ കുറേയധികം ആളുകൾ കൂടുതൽ അണിനിരക്കും. അപ്പോൾ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. പക്ഷേ ഇപ്പോൾ കണ്ണൂർ ഒരു മണ്ഡലത്തിൽ BJPക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്ന ഒരാളെയാണോ മത്സരിപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത്? BJPയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രവർത്തകരും നേതാക്കളുമുള്ള ഒരു സ്ഥലമല്ലേ കണ്ണൂർ? ഇപ്പം C രഘുനാഥ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മത്സരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഞാനന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് എന്നോടത് ഈ പല സന്ദർഭത്തിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എൻ്റെ ഒരു ആവശ്യപ്രകാരമോ എൻ്റെ ഒരു ആഗ്രഹപ്രകാരമേ അല്ല. ഞാൻ 91 മുതൽ 87 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അത് പലപ്പോഴും ഈ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളും നേതൃതലത്തിൽ നിന്നും വരും, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന് വരും. അങ്ങനെ വന്നിട്ട് നിർബന്ധിതമായ സാഹചര്യത്തിലാണ് ഞാൻ പലപ്പോഴും നിന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ നിന്നതും അങ്ങനെ തന്നെയാണ്. എൻ്റെ പേര് മാത്രമാണ് പോയിരുന്നത്.
പക്ഷേ ഇത്തവണ രഘുനാഥ് സാമാന്യം കോൺഗ്രസിൽ നിന്ന് വന്ന ഭേദപ്പെട്ട ഒരു സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്ന് പലരും വരുന്നുണ്ട്. അത് ഒരു ഭേദപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് എന്നുള്ള നിലയിൽ കണ്ണൂരിൽ അദ്ദേഹം സുപരിചിതനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അതിൽ വേറെ ഒരു തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതിൽ ഒരു BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPയിൽ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ നേതൃരംഗത്ത് ഇപ്പം താങ്കളാവണമെന്നില്ല, താങ്കളെ പോലുള്ള ഒരാളാവാം, മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത രഘുനാഥിനുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അതല്ല, അങ്ങനെയല്ല. സാധ്യത ഇപ്പോൾ BJPയിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ തന്നെ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും എന്നിട്ടുള്ള വളരെ ആളുകൾ പിന്നെ നമ്മുടെ BJPയിലുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു സമയം വരുമ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വോട്ടുകൾ ആകർഷിക്കാൻ പറ്റിയ ഒരാൾ എന്ന തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഒരു പരിഗണനയാണത്. അല്ല, BJP നേതാവിനേക്കാൾ കൂടുതൽ കണ്ണൂരിൽ വോട്ട് ആകർഷിക്കാൻ രഘുനാഥിന് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. താങ്കൾ ഇത്തവണ മത്സരത്തിൽ താങ്കളുടെ പേര് ഉയർന്നു വന്നിരുന്നു മത്സരിക്കാനുള്ള? ചില ആളുകൾ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു. എന്താ ഒന്നാമത് ആ ചോദ്യം തന്നെ ഒരു അർത്ഥശൂന്യമാണ്. നിങ്ങൾ മത്സരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാലത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കാത്തത്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ ഒരു തകരാറുകൾ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. എന്നെ ഒരു ബലി കൊടുത്തതുപോലെയാണ് തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിപ്പിച്ചത്. അന്ന് PK വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് ഒരാളും മത്സരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല അവിടെ. നമ്മുടെ രാജേട്ടനായിരുന്നു അതിനു മുമ്പ് അവിടെ മത്സരിച്ചിട്ട് നല്ല വോട്ട് കിട്ടിയിരുന്നു. രാജേട്ടൻ്റെ പേര് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ 1, 2, 3 ഞങ്ങൾ രാജേട്ടൻ്റെ പേര് തന്നെ കൊടുത്തപ്പോൾ രാജേട്ടന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ആ മത്സരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാജേട്ടൻ. രാജേട്ടൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ആരും തയ്യാറായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ആരോ പറഞ്ഞ് ഏതോ ഒരു മണ്ഡലത്തിൽ നിന്ന് CK പത്മനാഭൻ മത്സരിച്ചാൽ തിരക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞ് ചർച്ച ചെയ്ത് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഇട്ടതാണ്. ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടവുകളെല്ലാം പ്രയോഗിച്ചിരുന്നു. പക്ഷെ അത് പലപ്പോഴും എനിക്കതിൻ്റെ അപകടം അറിയാം. കാരണം സംഘടന എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ടോ അറിഞ്ഞൂടാ, ആ ഉപതെരഞ്ഞെടുപ്പിൽ പരമാവധി ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചിലവാക്കിയ പണം 30 ലക്ഷമായി. ഇന്നൊരു വാർഡിൽ 30 ലക്ഷം ഇന്നൊരു വാർഡിൽ ഇന്ന് ചിലവഴിക്കാൻ കിട്ടുന്നുണ്ട്. അന്ന് ആ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മൊത്തം ഒരു 30 ലക്ഷത്തിലധികം രൂപ ഞാനവിടെ മത്സരിച്ചപ്പോൾ എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല. അപ്പോൾ എത്രമാത്രം പരിതാപകരമായ ഒരു നിലയിലാണ് അവിടെ മത്സരം നടത്തേണ്ടി വന്നത്. അല്ല, ഇത്തവണ അങ്ങനെയാണെങ്കിൽ ഈ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളിൽ എത്ര പേരുണ്ട് അതുപോലുള്ള ബലിയാടുകൾ? ഇല്ല, ഇപ്പം അങ്ങനെ ഇപ്പോഴും മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന കാലമായത്. സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിച്ചു. പണ്ട് വലിച്ചു കൊണ്ടുവന്ന് നിർത്തണം. കാരണം പണമില്ല, വാഹനമില്ല, ഒന്നുമില്ല, ഒരു സൗകര്യങ്ങളുമില്ല. പക്ഷേ പഴയ കാലത്തൊക്കെ ഞാൻ 91 പാർലമെൻറ്റിൽ അവിടെ കാസർഗോഡൊക്കെ മത്സരിച്ച സമയത്ത് പക്ഷേ നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നല്ല ഒരു സന്തോഷവും ആത്മവിശ്വാസവും അന്നുണ്ടായിരുന്നു. അത് ഹൃദയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മാറിയത്? അല്ല, അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണത്. ഈ കാരണം ഈ ആദർശത്തിൻ്റെ സ്ഥാനത്ത് അധികാരത്തെ പൂജിക്കാൻ വേണ്ടി തുടങ്ങിയതോടുകൂടി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മാറ്റം എല്ലാ പ്രവർത്തന രംഗത്തും തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ട്. BJPയിലും ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാലഘട്ടത്തിൽ ആളുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴധികാരം വന്നു. അധികാരം വന്നു കഴിഞ്ഞപ്പോഴെന്താ, അധികാരം അതൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ ഒന്നുകൂടി പറയാം. BJP രൂപം കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ 5 കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു. 5 കടമകൾ എന്നാണ്. 5 കടമകൾ. അതിൽ ദേശീയത്വം, ജനാധിപത്യം, ഭാവാത്മക മതേതരത്വം, ഗാന്ധിയൻ സോഷ്യലിസം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. മനസ്സിലായി? ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നതിന് പകരം ഇപ്പോൾ അധികാരാധിഷ്ഠിത രാഷ്ട്രീയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൂല്യങ്ങളല്ല അവിടെ പ്രധാനം, അധികാരമാണ്. അപ്പോൾ ഈ 5 കടമകളിൽ അവസാനത്തെ ഈ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് എന്നുള്ളതിന് പവർ ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന നിലയിലേക്ക് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെതായിട്ടുള്ള അനുരണനങ്ങൾ ബാക്കി പ്രവർത്തന രംഗങ്ങളിൽ ഉടനീളം പ്രകടമാണ്. അതിന് നേതൃത്വത്തിന് എത്രത്തോളം പങ്കുണ്ട്? നേതൃത്വത്തിൻ്റെ പങ്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കാലത്തിന് വരുന്ന ഒരു മാറ്റമാണത്. നേതാക്കന്മാരൊക്കെ ആ മാറ്റത്തിൽ അങ്ങനെ ഒഴുകി പോവുകയാണ്. അവരും അതിൽ ഒഴുകി പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിന് വലിയ ഒരു ശക്തി വേണം. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ,
അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അടൽ ബിഹാരി വാജ്പേയി, അഡ്വാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതൃനിരയെ, ഡോക്ടർ മുരളി മനോഹർ ജോഷി, അങ്ങനെയുള്ള ഒരു വലിയ നേതൃനിരയെ നമ്മൾ, അത് അവരുടെ പ്രഭാവം വേറെ നിലയിലാണ്. ഇന്നിപ്പോൾ നേതൃത്വത്തെ നമുക്ക് അങ്ങനെ ആ നിലയിൽ അല്ല, ഇന്നിപ്പോൾ അധികാരം ഒരു പ്രധാന ഘടകമായി മാറി. അധികാരത്തിൽ വരിക, അധികാരം നിലനിർത്തുക, ആ അധികാരത്തിൻ്റെ കാര്യത്തിൽ അത് നിർത്തുക, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുക, അതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല. അതിനുവേണ്ടിയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും മറ്റും ചില നേതാക്കൾ, ഉദാഹരണത്തിന് ഇപ്പോൾ പത്മജ വേണുഗോപാൽ അല്ലെങ്കിൽ അനിൽ ആന്റണി തുടങ്ങിയ ആളുകളൊക്കെ വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ? അത് തീർച്ചയായിട്ടും ഭരണത്തിൽ ഇനിയും ഭരണത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു സ്ഥിതി വരുന്ന സമയത്ത് ഈ ഭരണം എന്നുള്ളത് ഒരു വലിയ ആകർഷക ഘടകമാണ്. അങ്ങനെയുള്ള ആളുകൾ വരും, സ്വാഭാവികം വരുന്നവരെ സ്വീകരിക്കുകയും വേണം. എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയത്, നമ്മൾ ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം, അതൊരു ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് വരികയാണ്. കോൺഗ്രസ്സുകാരെ തന്നെയാണ് അതിന് സഹായിക്കുന്നത്. പക്ഷെ അവസാനം വന്ന് കോൺഗ്രസ് മുക്ത BJP എന്ന ഒരു കാര്യത്തിന് വേണ്ടി പോരാടേണ്ടി വരുമോ എന്ന ഒരു സംശയം എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്, വലിയൊരു സംഗതിയാണ്. അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണത്, ചെറിയ വിഷയമല്ലത്. അപ്പം ഞാനതിൽ ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ താങ്കൾ കാസർഗോഡ് നടന്ന പരിപാടിയിൽ താങ്കളുടെ അനിഷ്ടം വ്യക്തമാക്കുകയും പത്മജ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വേദിയിൽ നിന്ന് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ താങ്കൾ അവിടെ തുറന്ന് പറയുകയും ചെയ്യുന്നു, വരുന്ന ആളുകൾ അവരുടെ കാര്യത്തിൽ അവർക്ക് ഈ അമിതമായ ഒരു പരിഗണന കൊടുക്കുന്നത് പാർട്ടിയിലെ ഒരു നല്ല ശീലമല്ല എന്ന് താങ്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഞാനത് ഈ കാസർഗോഡ് കാര്യം എനിക്ക് വാസ്തവത്തിൽ വ്യക്തമായിട്ട് ഇപ്പം ചില പത്രങ്ങൾ വന്നു എന്ന് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ചിലപ്പോൾ വാർത്തകൾ വന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്നെ മൊത്തം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വിളിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ വിഷയം അതല്ല. ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു തിരക്കുണ്ടാവും സ്വാഭാവികമായിട്ട്. നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞത് അതൊരു വെറും വിളക്ക് കൊളുത്തലല്ലത്. അവിടെ ഈ നേതാക്കന്മാർ മുഴുവനും, കാരണം അതാണല്ലോ ഫോക്കസ് ചെയ്യപ്പെടുക അവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് BDJS-ൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പൈലി വാക്കോട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് വന്നിരിക്കുന്നുണ്ട് അവിടെ, ഈ അദ്ദേഹം ഫൈലി വാവോട്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വലിയ ചേട്ടാ നിങ്ങൾ പോയിട്ട് നിൽക്ക് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞയച്ചു. പിന്നെ അവിടെ പോയിട്ട് ആ തിക്കിലും തിരക്കിലും പോയിട്ട് ഞാനവിടെ പോയാലുള്ള മെച്ചെന്താ, അവിടെ നിൽക്കുന്ന ഒരാൾ പിന്നോട്ട് മാറേണ്ടി വരും. എന്തിനതിൻ്റെ ആവശ്യം? അത്രമാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇപ്പോൾ ഒരു പിന്നെ മുഖം കാണിക്കുക, അതൊക്കെ അതിലൊന്നും ആവശ്യമില്ല. ആ ഒരു നിലയിൽ ഞാൻ അവിടെ കസേര തന്നെയായിരുന്നു. ഉദ്ഘാടനം ചെയ്യാനാണോ താങ്കളെ അവിടെ വിളിച്ചത്? അല്ല, അവർ ഉദ്ഘാടനം ചെയ്യാൻ എന്നുള്ള നിലയിൽ പിന്നെ വരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അവിടുത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിയോട് വിളിച്ചു ചോദിച്ചു എന്തൊക്കെയാണ് പിന്നെ അവിടെ പ്രോഗ്രാം, പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ്, അത് പിന്നെ പപ്പട്ടൻ ഉദ്ഘാടനം ഉണ്ട്, അവർ മുഖ്യാതിഥിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അതിപ്പോൾ അവർ ഉദ്ഘാടനം ചെയ്തതിനൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല. അല്ല, അത് ശരിയല്ലല്ലോ. എനിക്ക് പരാതി, താങ്കളെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചില്ല, അവരെ വിളിച്ചത് തൊട്ട് ശരിയല്ല. താങ്കൾക്ക് അതിനകത്ത് അനിഷ്ടവും അതൃപ്തി ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ലില്ല, അതങ്ങനെയല്ലത്. അങ്ങനെ ഇപ്പോൾ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലക്കുള്ള എനിക്ക് അതിനോടൊരു ഒരു ആസക്തിയൊന്നും ഇല്ലെന്ന്. ഈ ആസക്തിയൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ, സത്യം പറയുകയാണെങ്കിൽ. ഇതിൻ്റെ ഒരു അർത്ഥശൂന്യത നല്ലവണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഫിലോസഫി ഉണ്ട് എൻ്റെ രാഷ്ട്രീയത്തിൽ. ഞാനൊരു ഫിലോസഫിക്കൽ ബേസ് എപ്പോഴും. അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട, വിളിച്ചിട്ടില്ലെങ്കിൽ അത്രയും സുഖം, വീട്ടിലിരിക്കാം നല്ല സമാധാനമായിട്ട്. പക്ഷെ വിളിച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിഗണന കിട്ടാത്ത സ്ഥലത്തേക്കൊന്നും ഞാൻ ഒരിടത്തും പോകാറില്ല. ഒരു പരിഗണനയുണ്ട്, അവിടെ പോകും. നമ്മളിതിനെ വെറുതെ പോയിട്ട് നമ്മുടെ വിലയേറിയ ജീവിതത്തിലെ സമയം പാഴാക്കി കളയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പരിഗണനയുണ്ട് എന്ന് തോന്നുന്നിടത്ത് പോവുക, അവിടെ വേണ്ടുന്ന രീതിയിലേക്ക് പെരുമാറുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കാസർഗോട്ടെ വിഷയമൊന്നും ഒരു വിഷയമേ ആക്കേണ്ട കാര്യം. ചോദിക്കുന്നത് അതൊന്നും ഒരു വിഷയമാക്കണ്ട. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി സമാനമായി പത്മജയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണോ താങ്കളുടെ അഭിപ്രായം, അല്ല പാടില്ല എന്നാണോ? അല്ല, അതൊന്നും എനിക്കിപ്പം പറയാൻ വേണ്ടി സാധിക്കില്ല. മറ്റേ അവർ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് അവർ. എനിക്കറിയാം, എനിക്ക് ലീഡറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ലീഡറുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഞാൻ വളരെയധികം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അങ്ങനെയുള്ള വ്യക്തിയാണത്. അവരുടെ മകളാണ് പത്മജയെ ഞാൻ മുമ്പ് കണ്ടു. അവർ നല്ലൊരു വനിതയാണ്. അല്ല, അത് ശരിയായിരിക്കും. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അല്ല, അവർ പിന്നെ BJP-യിൽ വരുന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് BJP-ക്ക് ഗുണം ഉണ്ടാവുമോ? അതിപ്പം നിങ്ങളിപ്പം നമ്മുടെ ശ്രീ രഘുനാഥനെ കുറിച്ച് ചോദിച്ചതുപോലെയാണത്.
കൂടുതൽ വോട്ട് കിട്ടുമോ അവരിൽ നിന്ന്? ഇതിൽ ഈ സാധാരണ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ പഴയ പ്രവർത്തകന്മാരുടെ പിന്നെ അവർ കുറച്ച് നിശ്ചലമായാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. പഴയ പ്രവർത്തകന്മാരാണല്ലോ ഇതിൻ്റെ അടിത്തറ. ഈ ആദർശത്തിന് വേണ്ടി അവരാണ്. പാർട്ടി ഒരിടത്തും എത്തില്ല, അധികാരത്തിൻ്റെ ഒരു 7 അയലത്ത് പോലും എത്താതിരുന്ന ഒരു കാലത്ത് പാർട്ടി മുന്നോട്ട് വെച്ച ഒരു ആശയ സംവിധാനത്തിൻ്റെ അതിനോട് കൂറും പിന്നെ അന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ ഒരു വ്യക്തിത്വമുണ്ട്. അത് താങ്കൾ നേരത്തെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് പത്മജ മത്സരിക്കണം. അതൊന്നും ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പ്രസക്തി അല്ല, അതുണ്ടല്ലോ, ഇപ്പോഴും തീരുമാനമായിട്ടില്ലല്ലോ. താങ്കൾ പറയാലോ താങ്കളുടെ അഭിപ്രായം. ഇല്ല, അവർ മത്സരിക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മത്സരിക്കട്ടെ എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് പറയാനൊന്നും മാത്രമുള്ള വലിയ വൈഭവമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇങ്ങനെ കടന്നു വരുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ കടന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന കൊടുക്കുന്നു എന്നത് താങ്കൾക്ക് അതിനോട് യോജിപ്പില്ല? അല്ല, അങ്ങനെ പരിഗണന കൊടുക്കണം. എന്താ ഇതിൻ്റെ ഒരു വിഷയം വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ ചില നയങ്ങളും ചില പരിപാടികളും ചില ആശയ പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ തലക്ക് മുകളിൽ അന്ന് ഇതിനെയൊക്കെ എതിർത്ത് മറുപക്ഷത്തിൽ നിന്ന് അവിടുത്തെ എല്ലാ സുഖസൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ച് ഇനിയിപ്പോൾ അവിടെ കിട്ടില്ല, ഇനിയിപ്പം ഇവിടെ വരുന്നതാണ് ഇതൊക്കെ അനുഭവിക്കാൻ ഏറ്റവും പറ്റിയത് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരുന്ന ആളുകളെ ഈ പഴയ ഈ പാവപ്പെട്ട ഈ പ്രവർത്തകന്മാരുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ച് തളർന്നിരിക്കുന്ന ഈ പ്രവർത്തകന്മാരുടെ തലയിൽ വീണ്ടും കെട്ടിവെക്കുന്ന സമയത്ത് അവരിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകും. അത് ഒരു പ്രകൃതി നിയമമാണല്ലോ. അത് നമ്മളിപ്പോൾ ഞാൻ കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമല്ല. അതൊരു പ്രകൃതി നിയമമാണ്. ആ പ്രകൃതി നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ സാധാരണ പറയും വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോകുമെന്ന് പറയും. ഇവിടെ നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അങ്ങനെ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ നിന്ന വെള്ളത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അല്ലോ, PC ജോർജ് BJP-യിൽ ചേരുന്നു, ജനപക്ഷം BJP-യിൽ ലയിക്കുന്നു. ഇതൊക്കെ താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്? അത് തീർച്ചയായിട്ടും. PC ജോർജ് നല്ലൊരു നേതാവല്ലേ. പക്ഷെ PC ജോർജ് ഇപ്പോഴേ വളരെ ഒരു ഗുരുതരമായ ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല. ഇന്ത്യയിലെ ഒരു ഘടകകക്ഷിക്ക് കിട്ടുന്ന സീറ്റ് 2 കോടിക്ക് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചെറിയ കാര്യമല്ലത്. അത് എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്, എന്താണ് നമ്മുടെ ഒരു സ്ഥിതി എന്നുള്ളത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ നേതാവ്, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം അത് വെറുതെ പറഞ്ഞതല്ല. അത് ഘടകകക്ഷി എന്ന് വെച്ചാൽ BDJS മാത്രമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അല്ല, അത് വേറെയും കുറേ പാർട്ടികളുണ്ട്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ല. അതാരായാലും PC ജോർജിനെ പോലെയുള്ള ഒരു പരിണതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് അത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാൽ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് വാസ്തവത്തിൽ അന്വേഷിക്കണ്ടേ? ആരാ അന്വേഷിക്കേണ്ടത്? അന്വേഷിക്കണം. ചിലപ്പോൾ പടച്ച തമ്പുരാനായിരിക്കാം അന്വേഷിക്കേണ്ടത്. അവിടെയാണല്ലോ. താങ്കൾ ഇക്കാര്യങ്ങൾ ഇത്രയും സംസാരിക്കുന്നതിന് നന്ദി. കാരണം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഞാൻ ഈ മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ വാജ്പേയിയുടെ കാലഘട്ടത്തിലായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന BJP-യുടെ ദേശീയ തലത്തിലാണ് ഞാൻ പറയുന്നത് നയങ്ങളും ഇപ്പോഴത്തെ നയങ്ങളും തമ്മിൽ എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്യുക? ഈ നല്ല ഒരു ഭരണത്തിന് തുടക്കം കുറിച്ചത് വാജ്പേയി ഗവൺമെൻറ്റാണ്. പല മേഖലകളിലും പിന്നെ വികസന പ്രവർത്തനത്തിൻ്റെ രംഗത്ത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല തുടക്കം കുറിച്ചത്. പക്ഷേ അന്ന് പക്ഷെങ്കിൽ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അന്നും മുന്നണിയുണ്ട്. ഒരുപാട് ശക്തമായ ഘടകകക്ഷികളുടെ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി BJP അതാണ്. പക്ഷേ ഇന്ന് കുറേയും കൂടി നമുക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. ഘടകകക്ഷികളുടെ അധികം സമ്മർദ്ദം വരില്ല. BJP-ക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം എന്നുള്ള നിലക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നയങ്ങളുടെ കാര്യമാണ് ചോദിച്ചപ്പോൾ വാജ്പേയിയൊക്കെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി ഹിന്ദുത്വ നയങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് BJP. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ട്? ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് BJP-യെ സംബന്ധിച്ച്. അതിനെ വ്യാഖ്യാനിച്ച് പലരും അതിനെ വഷളാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന
ഒരു ഋഷീശ്വരന്മാർ, ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അവർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ ജീവിത ദർശനമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അത് പല ആളുകളും അത് ഒരു പിന്നെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പിന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഒരു സമൂഹമാണത്. വിവിധ മതവിശ്വാസങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, ബഹുസ്വരത എന്ന് പറയുന്ന ആ ഒരു സമൂഹം. അതുപോലെ തന്നെ ഹിന്ദു ഇതിൽ തന്നെയാണ് ശ്രീ പത്മനാഭൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഹിന്ദുയിസം ആ കൺസെപ്റ്റാണ്. അതിപ്പോൾ എല്ലാ സന്യാസിവര്യന്മാരും പക്ഷേ ഇത് സവർക്കർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് ഏതാണ്ട് 90കളുടെ കാലത്ത് വാജ്പേയിയുടെ കാലഘട്ടത്തിലൊക്കെയാണ് പിന്നീട് സവർക്കറെ പിന്നെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് BJP കടക്കുകയും സവർക്കറുടെ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വ. ആ ഹിന്ദുത്വമാണ് ഇന്ന് പിന്തുടരുന്നത്. അതിനെ നമ്മൾ ഹിന്ദുയിസവുമായി കൂട്ടിയിണക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞു സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വമത ജാതികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾക്ക് കൊടുക്കുകയാണ്, പൗരത്വം കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് അപ്പോൾ സർവ്വ ചരാചരങ്ങൾക്കുമുള്ളത്? അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പിന്നെ അമിത്ഷാജി അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ മതപീഡനം അനുഭവിച്ച് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന ആളുകൾ, ആ ആളുകൾ ഇന്ത്യയിലും അവർക്ക് പൗരത്വം കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം വരുന്നത്. അതിനകത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുക, മുസ്ലിങ്ങൾക്ക് അത് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം മുസ്ലിം കൺട്രികളാണ് ഇതൊക്കെ, അല്ല മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ് അഹമ്മദീയരായിട്ടുള്ള ആളുകൾ അവിടെ മതപീഡനത്തിന് ഇരയാവുന്നുണ്ട്. പക്ഷെ അവർക്കും ഇവിടുത്തെ ഈ പൗരത്വ നിയമം അനുസരിച്ച് പിന്നെ ഉള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാനുള്ള ഇതുണ്ടെന്നാണ് ഇപ്പം അതിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം, മുസ്ലിങ്ങളിൽ ഒരാൾക്കുമില്ല, മുസ്ലിങ്ങൾ ഒഴിച്ചു നിർത്തുന്നു എന്നുള്ളത് കൃത്യമായി ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ല, ഇവർക്കും കൊടുക്കാമെന്നുള്ളത് ഇപ്പം അമിത്ഷാജിയുടെ വിശദീകരണം അങ്ങനെയാണ് കണ്ടത്. ഇതിനകത്ത് വരുന്ന താങ്കൾ, ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ BJPയുടെ കോർ നേതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പല വിശദീകരണങ്ങളും. ഞാൻ ചോദിക്കുന്നത് താങ്കളോടാണ്. ഇപ്പോൾ CK പത്മനാഭൻ എന്ന നേതാവ്, ഇപ്പോൾ വാജ്പേയിയുടെ കാലത്തൊക്കെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരു നേതാവിനോടാണ് എൻ്റെ ചോദ്യം. അത് താങ്കൾ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നുണ്ട്? അല്ല, ഒരു സമുദായത്തെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ വേണ്ടി സാധ്യമല്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി, ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല. അത് ചില ആളുകളുടെ, ചില വികാരജീവികളുടെ ഈ പിന്നെ ഞരമ്പ് രോഗം മാറ്റാൻ പറ്റുന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു സർവതോമുഖമായ പുരോഗതിക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദപരമായ ജീവിതത്തിനും ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഇതാണ് ഒരു വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒരു മുസ്ലിം വിരുദ്ധത. ഭീകരവാദത്തിനെതിരായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കണം, അതിന് ഒരു സംശയവും വേണ്ട. പക്ഷേ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ വളരെയധികം ഈ നാടിൻ്റെ ദേശീയതയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് എൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഹിന്ദുത്വമാണ് എൻ്റെ ഹിന്ദുത്വം അതാണ്. അതുകൊണ്ടാണ് അതിന് എനിക്ക് ഇപ്പോൾ വേറെ ചില ഏതെങ്കിലും പഴയ പ്രമാണിമാരുടെ അതിലൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കറിയാം, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ശരിക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഏകതയാണ്, സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുസ്വരതയാണ്. അപ്പോൾ ഈ ശക്തിയും സൗന്ദര്യവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ വർത്തിക്കാൻ ഇടവരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഏകതയെ അടിസ്ഥാനമായി ശക്തിപ്പെടുത്തുകയും ഈ ബഹുസ്വരത എന്ന ഈ സൗന്ദര്യത്തെ നമ്മൾ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്രത്തിന് ശക്തിയും സൗന്ദര്യവും ഒരുമിച്ചുണ്ടാകുന്നത്. താങ്കളുടെ ആ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷേ നാം കാണേണ്ടത് ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ആ സംഗതിയുടെ നേതൃത്വം മോദിക്കും അമിത്ഷായ്ക്കും തന്നെയല്ലേ? നമുക്ക് അങ്ങനെ അത് വിവരിക്കാൻ വേണ്ടി അങ്ങനെ നമുക്കത് വിശദീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സംഘടനകളുണ്ട്, പലതരത്തിലുള്ള ഹിന്ദു സംഘടനകളും പലരും ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തിനാണ് അതിൻ്റെ എന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് നമ്മളെ ഈ ഭാരതത്തിൽ
മുസ്ലിങ്ങൾ ഭരണം നടത്തി. എൻ്റെ ഒറ്റ ചോദ്യം ഇതാണ്, അതായത് 400 സീറ്റ് നേടി BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതും എന്ന് ഒരു BJPയിൽ നിന്നുള്ള ഒരു MP, കർണാടകത്തിൽ നിന്നുള്ള ഒരു MP പറയുമ്പോൾ പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞ MP-ക്ക് ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഈ മറ്റേതിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഉണ്ടോ? എനിക്കത് അത്ര നിശ്ചയം. വീണ്ടും മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷെ മത്സരിക്കുന്നു. പിന്നെ വേറെ വേറെ ഒരു ചീത്ത പറഞ്ഞ ഒരു MP ഉണ്ടല്ലോ, ഡാനിഷ് അലിയെ ചീത്ത പറഞ്ഞ, അയാൾക്കൊന്നും കൊടുത്തിട്ടില്ല സീറ്റ്. അല്ല, ഞാൻ എൻ്റെ ചോദ്യം ഇതായിരുന്നു ശ്രീ CK പത്മനാഭൻ. താങ്കൾ ആ ചോദ്യത്തിൽ നിന്ന് അതിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് അങ്ങനെ ഭരണഘടന പൊളിച്ചെഴുതും എന്ന് പറയുന്ന സന്ദർഭത്തിൽ, BJPയുടെ MP പറയുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? അല്ല, പ്രധാനമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭരണഘടനയാണ്. അദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ഭരണഘടന, പൊളിച്ചെഴുതുന്ന ഭരണഘടനയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന് തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എൻ്റെ ഒറ്റ ചോദ്യം കൂടി, ഈ ഹിന്ദുത്വ നയം കേരളത്തിൽ പ്രയോഗിക്കുക എന്ന രീതിയിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കടന്നു പോകുന്നത്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കും? താങ്കൾ എങ്ങനെ പ്രതികരിക്കും അതിനോട്? നമ്മുടെ ഈ ഹിന്ദുത്വം എന്നുള്ള ഒരു അടിസ്ഥാനപരമായ, ഞാൻ പറഞ്ഞത് ഈ മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന ഹിന്ദുത്വം, താങ്കൾ പറഞ്ഞ ആ നയമല്ല, മുസ്ലിം വിരുദ്ധത ഉൾപ്പെടുന്ന മുസ്ലിം വിരുദ്ധത നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദത്തിന് തകരാറുണ്ടാക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു പ്രയോജനം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. മനുഷ്യൻ ഒരുമിച്ചിരിക്കേണ്ട, എനിക്ക് നന്നായിട്ടറിയാം പ്രമോദ്, ഞാനൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഈ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇപ്പം BJPയുടെ ഈ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ ആളേ ഉണ്ടാവും. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഇത്രയും സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ്. ഇത് എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് നമ്മളെന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ. നമുക്കവരെ ആശ്രയിക്കാം, നമുക്കവരെ വിശ്വസിക്കാം. അപ്പോൾ അതാണ്. അല്ല, അങ്ങനെയല്ല. അത് അന്നത്തെ ഒരു ഇതങ്ങനെയായിരുന്നു. കാരണം അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ജില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം അന്ന് അതിന് ഇടയാക്കുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഈ നോമ്പ് കാലത്തൊക്കെ ചില തിയേറ്ററുകളൊക്കെ കത്തിച്ച സംഭവം ഒന്നുണ്ട് ആ ഒരു കാലത്തുണ്ടായിരുന്നു. അത് ആ ഒരു കാലം അങ്ങനെയാണ്. ആ കാലം കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ സംശയത്തോടു കൂടി നോക്കേണ്ട കാര്യം എന്താ? ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട്, ഇത് ഉത്തരേന്ത്യയല്ല, തൊട്ടടുത്ത് മുസ്ലിം, ഇപ്പുറത്ത് ക്രിസ്ത്യാനി, നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ, ആ സുന്ദരമായ വ്യവസ്ഥ, അതിന് പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വളരെയധികം നന്ദി ശ്രീ CK പത്മനാഭൻ.